ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ട് ഒരു വെറൈറ്റി ചിക്കൻ മൊമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയുടെ എൻഡ് വരെ കാണുക, എല്ലാ സ്റ്റെപ്സും ശ്രദ്ധിക്കുക, ഒരു സ്റ്റെപ്പ് പോലും മിസ്സാവാതെ. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വിതിൻ ഹാഫ് ആൻ അവർ നമ്മുടെ മൊമോസ് റെഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ആദ്യമായിട്ട് ഞാനൊരു ബൗളെടുത്തു, അതിനകത്ത് 2 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോർ നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട്, ഇവിടെ ഞാൻ പിങ്ക് സോൾട്ട് എടുത്തിന്. പിങ്ക് സോൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സോൾട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1 കപ്പ് വാട്ടർ, വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ്, 2 കപ്പ് മൈദ മാവിന് 1 കപ്പ് വെള്ളം എടുത്തിങ്ങനെ അത് വെച്ച് നമുക്ക് നല്ലോണം മാവിന് കുഴച്ചെടുക്കാം. ഒത്തിരി സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ് വന്നാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ മൂടിയിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഈ മാവ് നമുക്കൊരു 20 മിനിറ്റ് സെറ്റാവാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിനകത്തിൽ സ്റ്റഫിങ്ങും റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതൊരു പാത്രം കൊണ്ട് നമുക്ക് അടിച്ച് ഒരു 20 മിനിറ്റിലേക്ക് വേണ്ടി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മാവെല്ലാം സെറ്റായി വരും. അടുത്തതായിട്ട് ഞാനൊരു ബൗളിൽ മിൻസ്ഡ് ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലോണം മിൻസ്ഡായ ചിക്കനായി നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സവാള ഉള്ളി, അത് നല്ലോണം മിൻസ് ചെയ്യും. ചിക്കൻ ഞാൻ 500 ഗ്രാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ അറൗണ്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് യൂസ് ചെയ്തിട്ടുണ്ട്, അതും മിൻസ്ഡാണ്. ക്യാരറ്റ് ഇവിടെ മിൻസ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട് 1. പിന്നെ സ്പ്രിങ് ഓണിയൻസ്. അടുത്തതായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സ്പൈസ് വേണ്ട അനുസരിച്ച് നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. അറൗണ്ട് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇനഫ് ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അടുത്തതായിട്ട് ഇടുന്നത് 1 ടേബിൾ സ്പൂൺ വിനെഗറാണ്. വിനെഗർ ഇടുന്നത് ഒരു നല്ലൊരു സോർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇതെല്ലാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മളുടെ മാവും റെഡിയായി കാണും. അപ്പോൾ നമുക്ക് ഈ സ്റ്റഫിങ് ഒന്ന് സൈഡിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാവ് എടുത്ത് അതൊന്ന് പരത്തണം. അപ്പോൾ ഞാൻ ഈ സ്റ്റഫിങ്ങിൻ്റെ ഒന്ന് സൈഡിൽ വെക്കുവാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ഷീറ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ആ വെച്ചിരിക്കുന്ന മാവ് പകുതി എടുത്തിട്ട് ഞാൻ അതൊന്ന് പരത്തിയെടുക്കണം. ഇത് പരത്തിയെടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി തിന്നായുള്ള മാവ് വേണം, ഒത്തിരി തിക്കാവില്ല. തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ മൊമോസ് അത്രയും ടേസ്റ്റിയും നല്ല രുചികരമായ വരത്തില്ല. അതുകൊണ്ട് നമുക്ക് തിൻ ലെയർഡാണ് വേണ്ടത്. പിന്നെ ഞാനിവിടെ സർക്കിൾ എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എത്ര സൈസിൻ്റെ മൊമോസാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കിളിൻ്റെ ഷേപ്പ് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ റിങ്സും ഇവിടെ മാറ്റി കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ, അപ്പോൾ എൻ്റെ സർക്കിൾ ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ് കാണാമല്ലോ, ഇത് സ്മോൾ തിക്നെസ്സാണ്, കൂടുതൽ തിക്കാവാൻ പാടില്ല. എന്നാലും നമ്മുടെ മൊമോസ് നല്ല രുചികരമായി വരത്തുള്ളൂ. കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ ലെയർ അത്തരം രുചിയായി വരത്തില്ല. അപ്പം ഇനി അടുത്തതായിട്ട് മൊമോസ് എങ്ങനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്കൊരു സർക്കിൾ എടുക്കാം. പിന്നെ ഒരു ചെറിയ ടേബിൾ 2 സ്പൂൺസിൽ നമുക്ക് നമ്മുടെ സ്റ്റഫിങ് എടുത്ത് ഇടയ്ക്ക് തന്നെ സെൻറ്ററിൽ വെക്കണം. എന്നിട്ട് അത് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. ഹാഫായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മളുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ 2 ഫിംഗർ വെച്ച് 2 സൈഡ്സ് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കണം. തമ്പും ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും വെച്ച് നല്ലോണം ഇതൊന്ന് പ്രസ് ചെയ്ത് നല്ലോണം സീൽ ചെയ്യണം. ഇച്ചിരി സ്ഥലം പോലും ലെഫ്റ്റ് ഓവർ ആവല്, നല്ലോണം ഇത് സീലാവണം. ഇത് സീൽ ചെയ്യുമ്പം ആ ലെയർ 1 ലെയറുടെ അത്രയും ആകാനായിട്ട് നോക്കണം. എന്നാൽ നമുക്ക് നല്ലൊരു മൊമോസ് കിട്ടത്തുള്ളൂ. ഇഫ് നമ്മളുടെ ലെയേഴ്സ് തിക്കാവുമ്പോൾ നമുക്കത് മേൽ കഴിക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലോണം തിൻ ലെയറായിട്ട് അത് സീൽ ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെയും നമുക്ക് ഷേപ്പായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിതിൻ്റെ ഒരു ഫർദർ ഷേപ്പിന് വേണ്ടി പോവുക. അപ്പോൾ ഈ 2 എൻഡ് സൈഡ് നിങ്ങൾക്കിവിടെ കാണാമല്ലോ, ഈ 2 എൻഡ് സൈഡും കൂടെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവന്ന് അതൊന്ന് സീൽ ചെയ്യണം. അപ്പോൾ നമുക്കൊരു സർക്കിൾ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇവിടെ എനിക്കൊരു മൊമോസിന് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോർമൽ വേണമെങ്കിൽ ഒരു ഹാഫാക്കി സീൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പും ചെയ്യാം. അടുത്ത ഷേപ്പ് ഞാൻ
ചെയ്യുന്നത് സെയിം നമുക്ക് സ്റ്റഫിങ് എടുത്ത് മിഡിൽ ചെയ്തിട്ട് ആദ്യം സെൻറ്ററിലൊരു പ്രസ് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ സ്ക്വയർ ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സെൻറ്ററിലൊരു പ്രസ് കൊടുത്തു. ഇത് സെക്കൻഡ് സൈഡിൽ നിന്ന് സെയിം സെൻറ്റർ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം പ്രസ് ചെയ്ത് സെൻറ്ററിലോട്ട് പ്രസ് ചെയ്തിട്ട് രണ്ട് സൈഡും നല്ലോണം തമ്പ് ഇൻഡെക്സ് ഫിംഗർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. സെയിം വേ നമുക്ക് അതർ സൈഡും ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഒരു ബോക്സ് ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്സൊക്കെ ഉണ്ടാക്കാൻ ഒത്തിരി ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. ഇത് നല്ല ഇൻട്രസ്റ്റിങ്ങുമായി ഷേപ്സ് ഉണ്ടാക്കുന്നത് മൊമോസിൻ്റെ. അപ്പോൾ ഇവിടെ എനിക്കൊരു ബോക്സ് ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. സോ ആദ്യം ഞാൻ കാണിച്ചത് സർക്കിൾ ഷേപ്പ്, ഇപ്പോൾ ബോക്സ് ഷേപ്പ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സെയിം സെൻറ്ററിൽ തന്നെ നമുക്ക് നമ്മൾ സ്റ്റഫിങ് വെച്ചിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത് നമ്മളുടെ ഈ തമ്പും ഇൻഡെക്സ് ഫിംഗറിൻ്റെ ഇടയ്ക്ക് നമുക്കിത് വെക്കണം. എന്നാലേ നമുക്ക് ഈ ഷേപ്പ് ഒന്ന് ഉണ്ടാക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കത്തുള്ളൂ. ഇത് നമ്മുടെ നോർമൽ മൊമോ ഷേപ്സ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അകത്തോട്ടൊന്ന് ഇൻ ചെയ്തിട്ട് പിന്നെ ഒരു സ്പ്ലീറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്രസ് ചെയ്യണം. അപ്പോൾ പ്രസ് പിന്നെ അകത്തോട്ട് ഇൻസൈഡ് വെച്ചിട്ട് സ്പ്ലീറ്റ് ഉണ്ടാക്കുക, പ്രസ് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാമല്ലോ, ആദ്യം പ്രസ്, പിന്നെ പ്രസ് ഇൻസൈഡ്, മേക്ക് എ സ്പ്ലിറ്റ് ആൻഡ് അഗെയിൻ പ്രസ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കത് കണ്ടിന്യൂ ലാസ്റ്റ് വരെ പോകണം. എന്നാൽ നമുക്ക് ഇങ്ങനത്തെ മൊമോയുടെ നോർമൽ ഷേപ്പ് ഉണ്ടല്ലോ എല്ലായിടത്തും കിട്ടുന്നത്, ആ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ ഈസിലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് സ്പെഷ്യലി നമ്മൾ ആ രണ്ട് ഫിംഗേഴ്സിനെ ഇടയ്ക്ക് വെച്ചാൽ ഈസിലി ആവും. ഇപ്പോൾ ഇത് അടുത്ത് ഞാനൊരു ഷേപ്പ് ഉണ്ടാക്കണേ. സെയിം നമ്മൾ ആദ്യം ചെയ്ത് കൊണ്ട് സ്പ്ലിറ്റ്സ് തന്നെ ഉണ്ടാക്കാൻ പോവുക. ആദ്യം ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എൻഡിൽ നമുക്കൊന്ന് പ്രസ് ചെയ്യണം. പിന്നെ അകത്തോട്ടൊന്ന് ആക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റ്സ് ഉണ്ടാക്കിയെടുക്കണം. കാരണം നിങ്ങൾക്ക് ഇവിടെ സ്പ്ലിറ്റ്സ് ഞാൻ ഉണ്ടാക്കുന്നത്. സെയിം അതുപോലെ ഒരു സൈഡ് സ്പ്ലിറ്റ്സും ഒരു സൈഡ് പ്ലെയിനും അടിക്കണം. അങ്ങനെ നമുക്ക് സർക്കിൾ ആക്കിയെടുക്കണം ഇതൊന്ന്. ഇപ്പോൾ ഇവിടെ ഹാഫ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ചൊന്ന് ലാസ്റ്റ് എൻഡ്സ് രണ്ടും കൂടി കൂട്ടി മുട്ടിച്ച് അതൊരു സർക്കിളായി. അപ്പോൾ ഇതൊരു ഷേപ്പാവും. അടുത്തതായിട്ട് ഞാനിത് സ്റ്റീം ചെയ്യാൻ വേണ്ടി എൻ്റെ സ്റ്റീമർ എടുത്തിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്യണം. ഇത് ഗ്രീസ് ചെയ്യുന്നത് നമ്മളുടെ മൊമോസ് താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇത് ഗ്രീസ് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് മൊമോസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് ഒട്ടിച്ച് വെക്കൽ, ഇച്ചിരി സ്പേസ് കൊടുത്ത് വെക്കണം. വെച്ചാൽ ഇത് വെന്ത് വരുമ്പോൾ ഇച്ചിരി ബിഗർ സൈസ് ആവും. അപ്പോൾ അതുകൊണ്ട് മൊമോസ് എപ്പോഴും വെക്കുമ്പോൾ ഇച്ചിരി സ്പേസ് കൊടുത്ത് മൊമോസ് വെക്കാമല്ലോ. ഇതിന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 20 മിനിറ്റ്സ് മതി, നമ്മളുടെ മൊമോസ് റെഡിയാവും. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഷേപ്സും ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ സ്റ്റീമറിൽ വെച്ച് ഇതൊരു 20 മിനിറ്റ്സിന് വേണ്ടി സ്റ്റീം ചെയ്യാൻ പോവാം. ഇപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. എൻ്റെ മൊമോസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റി മൊമോസാണ്. അപ്പോൾ ഇതിനെ വെറൈറ്റി ആക്കാൻ വേണ്ടി ഞാൻ ഷേസ്വാൻ സോസിൽ ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അടുത്തതായിട്ട് ഒരു പാനിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഷേസ്വാൻ സോസും അതിനകത്ത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. കഴിഞ്ഞിട്ട് വെന്തിരിക്കുന്ന ഈ മൊമോസ് ഇതിനകത്ത് വെച്ച് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പിള്ളേർക്കും ഇതുപോലെ കൊടുക്കുക, ഇഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മൊമോസ് മാത്രം കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. പക്ഷേ ഇങ്ങനെ ടോസ്റ്റ് ചെയ്യുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റ്. ഞാനിവിടെ എൻ്റെ മൊമോസെല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലിൽ ഗാർണിഷിംഗ് ആയിട്ട് ഞാൻ സ്പ്രിങ് ഓണിയൻസും ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ വെറൈറ്റി ഒരു രുചികരമായ ഒരു മൊമോസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസും അമേസിങ് വീഡിയോസും ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.